السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس كلوا مما في الأرض حلالا طيبا. صدق الله العلي العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم: يا أيها الناس إن الله طيب لا يقبل إلا طيبا. صدق رسول الله المصطفى الأمين وعلى آله وصحابه أجمعين. ഏറ്റവും ആദരണീയരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷമതകളും പ്രയാസങ്ങളും രോഗങ്ങളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അല്ലാഹു തആല വിശുദ്ധമായ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമദാനിന്റെ 26-ാമത്തെ ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിങ്ങളോട് സംസാരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ നമുക്ക് അനിവാര്യമായ ഘടകങ്ങളെ സംബന്ധിച്ച്, പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ സംബന്ധിച്ചാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്നതിന് ഒരുപാട് കാരണങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഒറ്റ കാരണമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എത്രയോ വർഷങ്ങളായി നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് നാം പറയാറുണ്ട്, ചോദിക്കാറുണ്ട്, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാറുണ്ട്. പലരും പറയാറുണ്ട്, ഇതുവരെയും എന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, എന്റെ ദുആ മാത്രം അല്ലാഹു സ്വീകരിക്കുന്നില്ല. നമസ്കരിക്കാത്തവന്റെയും നോമ്പ് പിടിക്കാത്തയാളിന്റെയും മദ്യപിക്കുന്നവന്റെയും ഒക്കെ ആഗ്രഹങ്ങൾ അല്ലാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കുന്നു. പക്ഷേ സദാസമയവും ഇബാദത്തിലായി കഴിയുന്ന എന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഇങ്ങനെ ആവലാതിയും വേവലാതിയും ദുആയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, മൂന്നാലൊരു രീതിയിൽ ഒരു വിശ്വാസിയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. ഒന്നുകിൽ അല്ലാഹു തആല മനുഷ്യനെ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ അല്ലാഹു തആല അതിന്റെ ഉത്തരം നൽകും. അത് ഭൗതികമായ കാര്യമാകട്ടെ, ഏത് കാര്യമാകട്ടെ, അവൻ ചോദിക്കുമ്പോൾ തന്നെ അല്ലാഹു തആല വളരെ വേഗം അതിന് ഉത്തരം നൽകും. രണ്ടാമത്, അവനെ ആ പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്ന, ഒരു പക്ഷെ അവൻ അപ്പോ ഉത്തരം കിട്ടിയില്ല എങ്കിലും അല്ലാഹു തആല നാളെ ആഖിറത്തിലേക്ക് അവന്റെ വണ്ണമായ പ്രതിഫലത്തിന് വേണ്ടി അല്ലാഹു തആല അവന്റെ ദുആയെ അല്ലാഹു തആല മാറ്റി വെച്ചിട്ടുണ്ടാവും. മൂന്നാമത്, അവന്റെ ദുആ കാരണമായിട്ട് ഒരു പക്ഷെ അവന്റെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടായിട്ടില്ല എങ്കിലും അവൻ ചെയ്തു പോയ പാതകങ്ങൾക്ക് പരിഹാരമായി, മാപ്പായി അല്ലാഹു തആല അത് പരിഗണിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ മൂന്നാലൊരു രീതിയിലാണ് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയെ അല്ലാഹു തആല സ്വീകരിക്കുന്നത്. അല്ലാഹു തആല അവന് ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പലപ്പോഴും നാം ആവലാതി പറയാറുണ്ട്, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ദുആ സ്വീകരിക്കാത്ത മനുഷ്യൻ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ എന്നാണ് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത്. അവന് പദവി കുറവില്ല. ദുആ സ്വീകരിക്കാത്തതിന്റെ പേരിൽ അവന് പദവി കുറവില്ല.
മഹാനായ നസ്ലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയും, അത്രേ വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ രാവും പകലുമില്ലാതെ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യന്റെ ദുആ കേട്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നസ്ലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ജിബ്രീലേ, ഇന്ന മനുഷ്യൻ എന്നോട് ചോദിക്കുന്നുണ്ട് ജിബ്രീൽ, അവന്റെ ആവശ്യങ്ങൾ ഇപ്പോ പൂർത്തീകരിച്ചു കൊടുക്കണ്ട ജിബ്രീലേ. കാരണം എന്തെന്നറിയോ, അവന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അവൻ കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, ഓരോ രാത്രിയും പകലും എന്നോട് ചോദിക്കുന്നുണ്ട് ജിബ്രീലേ, അവന്റെ ശബ്ദം കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അവന്റെ ഹാജത്തുകൾ ഇപ്പൊ നീ കൊടുക്കണ്ട, പൂർത്തീകരിച്ചു കൊടുക്കണ്ട, നീ പെൻഡിങ്ങിൽ നീ മാറ്റി വെക്കിയ ജിബ്രീൽ. അപ്പോ അള്ളാഹുവിന്റെ ഉത്തമരായ ദാസന്മാര് ചോദിച്ചാല് അള്ളാഹുവിനെ ആ ശബ്ദം കേൾക്കാനുള്ള ഇഷ്ടം കൊണ്ട് തന്നെ അള്ളാഹു തആല അവന്റെ പ്രാർത്ഥനയെ മാറ്റിവെക്കും, മലക്കിനോട് മാറ്റിവെക്കാൻ പറയുമെന്ന് വിശുദ്ധമായ ഗ്രന്ഥം നമ്മോട് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന രാവും പകലും എന്നില്ലാതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ മനുഷ്യന്റെ ദുആ കേട്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയും, ജിബ്രീൽ, ഇന്ന മനുഷ്യൻ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജിബ്രീലേ, അവന്റെ ആവശ്യം വളരെ പെട്ടെന്ന് അങ്ങ് നിർവഹിച്ചു കൊടുക്കണം ജിബ്രീൽ. കാരണം എന്തെന്നറിയോ, അവന്റെ ശബ്ദം കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ജിബ്രീൽ, അവന്റെ ശബ്ദം കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ എന്താണോ ചോദിക്കുന്നത് അത് നീ കൊടുത്തേക്കണം ജിബ്രീലേ. ഇവിടെ എന്താ മനസ്സിലായത്? അള്ളാഹുവിനോട് ഇഷ്ടമില്ല, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചോദിച്ചാൽ ഒരു പക്ഷേ ഉടനടി അള്ളാഹു തആല ഉത്തരം നൽകും. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുആ ചെയ്യുമ്പോ അവന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടാകണം, അല്ലാഹു എന്തായാലും നീ എന്റെ ദുആ സ്വീകരിക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ തുലിയത്ത് ഹാദിഹിൽ ആയത്തു ഇൻദ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ. അള്ളാന്റെ ഹബീബായ നബി തങ്ങളുടെ സവിധത്തിൽ വിശുദ്ധമായ ഖുർആന്റെ ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടു, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ. അല്ലയോ ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ, നിങ്ങൾക്ക് നൽകപ്പെട്ട ഭക്ഷണത്തിൽ നിന്നും ഹലാലും പരിശുദ്ധവുമായതിനെ നിങ്ങൾ ഭക്ഷിക്കണേ എന്നർത്ഥം വരുന്ന വിശുദ്ധമായ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ആയത്ത് ഓതിയപ്പോ ഫഖാമ സഅദ് ബിൻ അബി വഖാസ്, മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഉദുല്ലാഹ യജഅലനി മുസ്തജാബദ് ദഅവാ. അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, എന്റെ പ്രാർത്ഥനയെ സ്വീകരിക്കാൻ ഉദുല്ലാഹ്, അങ്ങ് അല്ലാഹുവിനോട് അങ്ങ് ദുആ ചെയ്യണം നബിയേ. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല എഴുന്നേറ്റ് കൊണ്ട് ചോദിക്കുന്നു, റസൂലേ, എന്റെ ദുആ സ്വീകരിക്കാൻ അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നു, യാ സഅദ് അത്തിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവാ. അത്തിബ് മത്അമക, നിന്റെ ഭക്ഷണം നീ പരിശുദ്ധമാക്കണം സഅദേ, നീ ഹലാലായ ഭക്ഷണം മാത്രം നീ കഴിക്കണം സഅദേ. സഅദ് റളിയല്ലാഹു തആല ഹറാമിന്റെ ഭക്ഷണം കഴിക്കുമെന്നല്ല, മറിച്ച് സ്വഹാബത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അത്തിബ് മത്അമക, നിന്റെ ഭക്ഷണം നീ പരിശുദ്ധമാക്കണം, എന്നാൽ തകുൻ മുസ്തജാബദ് ദഅവാ, നിന്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കും സഅദേ. എന്നിട്ട് റസൂലുള്ളാഹി സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ഇന്നൽ അബ്ദ ലയഖദിഫു ലുഖ്മതൽ ഹുറൂമി ലുഖ്മതൽ ഹറാമി ഫീ ജൗഫിഹി മാ യുതഖബ്ബലു മിൻഹു 40 യൗമാ. ഒരു മനുഷ്യൻ ഹറാമിന്റെ ഒരുരുള ഭക്ഷണം അവന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ, ഹറാമിന്റെ ഒരുരുള ഭക്ഷണം അവന്റെ ഉള്ളിലേക്ക് അവൻ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ
അവന്റെ ഒരു നന്മയും അല്ലാഹു തആല സ്വീകരിക്കില്ല. അവന്റെ പ്രാർത്ഥന അല്ലാഹു തആല 40 ദിവസത്തെ പ്രാർത്ഥനകളും ഇബാദത്തുകളും ഉരുള്ള കാരണമായി അല്ലാഹു സ്വീകരിക്കില്ല സഅദേ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇന്ന് പലിശയുടെ കാലഘട്ടമാണല്ലോ, LICയുടെ പോളിസിയുടെ കാലഘട്ടമാണല്ലോ. അതുപോലെ തന്നെ ഒരുപാട് ഹറാമിന്റെ മാർഗത്തിലൂടെയുള്ള പരിശ്രമങ്ങളാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും തന്റെ ജീവിതത്തിന്റെ ഓരോ ബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി ഹറാമിൽ ബന്ധപ്പെടുന്ന എത്രയോ പേരുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹറാമിന്റെ മാർഗത്തിലൂടെ നേടുന്ന വരുമാനങ്ങൾ, അതിലൂടെ കുടുംബത്തിന് നൽകുന്ന സമ്പാദ്യങ്ങൾ അത് ഹറാമാണ്. ഫന്നാറു ഔലാ ബിഹി, അത്തരം ശരീരത്തിനും കുടുംബത്തിനും നരകമാണ് അഭയമെന്ന വിശുദ്ധമായ ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹലാലായ ഭക്ഷണം കഴിക്കുക, പരിശുദ്ധമായ ഭക്ഷണം കഴിക്കുക. ഹലാലും പരിശുദ്ധവുമായ ഭക്ഷണം കഴിക്കലാണ് നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാനുള്ള അടിസ്ഥാന കാരണം. അതൊക്കെ എവിടെയൊക്കെ അത് ആ ഒരു കാര്യത്തിന് വീഴ്ച വന്നിട്ടുണ്ടോ, തകർച്ച വന്നിട്ടുണ്ടോ, ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടോ, അശ്രദ്ധമായി പോയിട്ടുണ്ടോ, അവിടെയൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ വിഫലമാണ് എന്ന കാര്യം നാം മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ ഈ ഒരു കാര്യം വളരെ അടിയന്തരമായി, വളരെ പ്രാധാന്യത്തോടു കൂടി നാം ശ്രദ്ധിക്കണം. നമുക്ക് കിട്ടുന്ന ഭക്ഷണം എങ്ങനെയുള്ളതാണ്? ഹറാമിന്റെ ഭക്ഷണമാണോ നമ്മൾ കഴിക്കുന്നത്? ഹറാമിന്റെ സമ്പാദ്യത്തിലൂടെയുള്ള ഭക്ഷണമാണോ? അന്യന്റെ പറമ്പിലെ പേരക്കയും കാരക്കയുമാണോ നമ്മൾ കഴിക്കുന്നത്? തേങ്ങയാണോ നമ്മൾ കഴിക്കുന്നത്? ഇങ്ങനെ ഹറാമിന്റെ മാർഗം ഏതൊക്കെ രീതിയുണ്ടോ ആ ഹറാമിന്റെ വരുമാനങ്ങളിലൂടെ നേടുന്നത്, ഹറാമിലൂടെ നേടുന്ന അവന്റെ ഉള്ളിലേക്ക് ഇറക്കുന്ന ഓരോ ഭക്ഷണത്തിനും, ഓരോ തരി ഭക്ഷണത്തിനും അവന്റെ അടുക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ 40 ദിവസത്തെ ഇബാദത്ത് അല്ലാഹു തആല സ്വീകരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹറാമിൽ നിന്നും പൂർണ്ണമായി മാറിയൊരു ജീവിതം അല്ലാഹു തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.